നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ആരു പറഞ്ഞാലും നേരു പറയണം. മുഴുന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. ഗണേശകുമാര സംഭവത്തോടെയാണ് ഈ ആഴ്ചവട്ടം തുടങ്ങുന്നത്. എന്തായാലും ഗണേഷ് കുമാറിന്റെ തലയിൽ വരച്ചിരിക്കുന്ന പേന നല്ല ഒന്നാം തരം പേനയാണ്. ഏത് മുന്നണിയിൽ നിന്നാലും MLA സീറ്റ് ഉറപ്പ്. പത്തനാപുരത്ത് നിന്ന് ഓരോ തവണയും നിയമസഭയിൽ എത്തുന്നത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ. ഏത് മുന്നണിയിൽ നിന്നാലും നിൽക്കുന്ന മുന്നണിയെ വാനോളം പുകഴ്ത്തുന്ന കാര്യത്തിൽ MLAക്ക് ഒരു പ്രയാസവുമില്ല. ഇന്ന് LDF സർക്കാർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി, എനിക്ക് മറ്റുള്ളവരുടെ കാര്യം നടത്തും, ഈ നാട്ടിലുള്ളവർക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ നടത്തി തരുമ്പോൾ ഞാൻ LDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. ഞാനിവിടെ ഉറച്ചു നിൽക്കും, നിൽക്കുന്നിടത്ത് ഞാൻ ഉറച്ചു നിൽക്കും, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അതിന് കാരണമുണ്ടാകണം. അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ UDF ഇറങ്ങിയുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടായിരുന്നു. ഇനി UDFിൽ നിന്ന കാലത്ത് VS അച്യുതാനന്ദനെ വാനോളം പുകഴ്ത്തി MLA നടത്തിയ ഒരു വിവാദ പ്രസംഗം ഉണ്ടായിരുന്നു. അതൊന്ന് കേൾക്കാം. അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തം എന്ന് പറയും. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തം എന്ന് പറയും. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. എന്നാലും ആ പാവമൂപ്പിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കാർന്നോര് തന്നെ പൂമുഖമലകരിക്കുന്ന LDF തറവാട്ടിലേക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ ചെന്നു കയറാൻ പിള്ളയ്ക്കും കുഞ്ഞുപിള്ളയ്ക്കും തോന്നിയല്ലോ. ഇതിൽ MLAക്ക് എന്താണ് പറയാനുള്ളത്? കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. മകനെ പോലെ തന്നെ അച്ഛനും ഏത് മുന്നണിയിൽ നിന്നാലും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ മിടുക്കനാണ്. UDFിൽ നിന്നപ്പോഴും ഇപ്പോൾ LDFിൽ വന്നപ്പോഴും ക്യാബിനറ്റ് പദവിയുള്ള മുന്നോക്ക വികസന ചെയർമാൻ സ്ഥാനം തന്നെ കിട്ടി. ഓരോരോ യോഗങ്ങളെ. പിന്നെ ഇതൊക്കെയാണല്ലോ രാഷ്ട്രീയം. കുഞ്ഞുപിള്ളയുടെ മന്ത്രിക്കുപ്പായം അഴിച്ചു വാങ്ങാൻ ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ കത്തുമായി നടന്നതും പിള്ള. ഒടുവിൽ അച്ഛനും മകനും ഈച്ചയും ചക്കരയുമായപ്പോൾ വീണ്ടും അതേ മന്ത്രിക്കുപ്പായത്തിനായി പിന്നെയും പിന്നാലെ നടന്നതും ഇതേ പിള്ള. ഒടുവിൽ ഇടതിനൊപ്പം ചാഞ്ഞപ്പോൾ മകന്റെ മന്ത്രിക്കുപ്പായത്തിനു പകരം ക്യാബിനറ്റ് പദവിയുള്ള മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം ലഭിച്ചപ്പോഴും പിള്ളയ്ക്ക് വാനോളം പുകഴ്ത്താൻ ഒരേ ഒരാളേ ഉള്ളൂ. അത് പിണറായി തന്നെ. നീയല്ലാതാരുണ്ടെന്നുടെ പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ, നീയല്ലാതാരുണ്ടെന്നുടെ കുടിലിൽ ഒരു നാൾ കുടിവയ്ക്കാൻ, നീയല്ലാതാരുണ്ടിങ്ങനെ നിത്യം നിത്യം കത്തെഴുതാൻ, നീയല്ലാതാരുണ്ടെന്നും നീലിപ്പെണ്ണോട് കഥ പറയാൻ. ഇടതുമുന്നണിയുടെ ചായ്പിലെങ്കിലും ഒരു കിടപ്പാടം കിട്ടിയില്ലെങ്കിലും മകന്റെ മന്ത്രിക്കുപ്പായം കൂടി എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിനായി പറ്റുമെങ്കിൽ പിണറായിയുടെയും LDF നേതാക്കളുടെയും എല്ലാം പിന്നാലെ ഒന്നുകൂടി പിള്ള നടക്കണം. ഞാൻ വളർത്തിയ കൽവിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ
എനിക്ക് നിത്യം നിത്യം കത്തെഴുതാൻ. നീയല്ലാതാരുണ്ട് എന്നോട് കുടിലിൽ ഒരു നാൾ കുടിവയ്ക്കാൻ. UDF നിന്ന് MLA ആയപ്പോൾ ഈ ഗണേഷ് കുമാർ ഇടതന്മാർക്ക് അപ്രിയനായി. ഒടുവിൽ ഇടതന്മാർക്കൊപ്പം കൂട്ടുകൂടി നിയമസഭയിലെത്തിയപ്പോൾ UDF-കാർക്ക് പ്രിയപ്പെട്ടവനല്ലാതെ. ഒടുവിൽ UDF-കാരും ഒന്ന് കെട്ടടങ്ങി പ്രതിഷേധമൊക്കെ താഴെ വച്ചപ്പോൾ കൊണ്ടുകയറുകയാണ് BJP-കാർ MLA-യുടെ കോലവും കത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിയമസഭയിലെ പ്രസംഗത്തിനിടെ ഗണേഷ് കുമാർ രാക്ഷസൻ എന്ന് വിളിച്ച് അപമാനിച്ചതിനെതിരെയായിരുന്നു BJP-യുടെ പ്രതിഷേധം. BJP പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ഗണേഷ് കുമാറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് കോലവും കത്തിച്ചു. ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടയുകയായിരുന്നു. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് വില്ലൂർ സന്തോഷ്, BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അജി ശേഖർ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സുജി കവലയിൽ, കറവൂർ കണ്ണൻ, ഹരീഷ് പട്ടാഴി, രമേശ് മേലില, സതീഷ് മഞ്ചളൂർ, ജെ രമേശൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണം കേട്ടാൽ BJP-കാർ പോലും കരഞ്ഞുപോകും. ഗണേശന്റെ മൃഗീയ ഭൂരിപക്ഷം കേട്ടാൽ ആ കരച്ചിലിന്റെ നിലവിളിയുടെ ശബ്ദം പിന്നെയും കൂടും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് BJP-കാർ പോലും ഗണേഷ് കുമാറിന് വോട്ട് ചെയ്തെന്നാണ്. പിന്നെ ഈ പ്രതിഷേധം മോദിയെ തെറിവിളിച്ചാൽ എല്ലാ BJP-കാരും പ്രതിഷേധവുമായി രംഗത്ത് വരുമല്ലോ, അത് സ്വാഭാവികം. പിന്നെ ഇതെല്ലാം ഒരു ഗിമ്മിക്കാണല്ലോ. ഗണേശൻ നല്ല ഒന്നാം തരം ഈശ്വര വിശ്വാസിയാണ്, ഒപ്പം മതേതരവാദി. മകന് വേണ്ടി അമ്പലം തന്നെ വാങ്ങിക്കൊടുക്കാൻ കട്ട ഈശ്വര വിശ്വാസിയായ വലിയ പിള്ളയും തയ്യാറാണ്. ഇക്കാര്യം ഇളമ്പക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അന്ന് പിള്ളയെ തള്ളിപ്പറഞ്ഞവനൊക്കെ ഇന്ന് തലോടിക്കൊണ്ട് നടക്കുന്നതും മകൻ പിള്ളയെ കൊണ്ടു നടക്കുന്നതും എല്ലാവർക്കും അറിയാം. ഇതൊക്കെ കാലത്തിന്റെ ഒരു മാറ്റമാണല്ലോ. ദൈവവിശ്വാസം എന്ന മനുഷ്യൻ അകലാൻ പാടില്ല. ഞാനിവിടെ ഒരു സ്വാജോപാലത്തിലുണ്ട്, അമ്പലത്തിൽ പോകുന്ന എനിക്കറിയത്തില്ല, അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരനോട് വിജയൻ അമ്പലത്തിന്റെ ആളാ കേട്ടോ, അതെനിക്കറിയാം. ഒരു കാര്യം മനസ്സിലാക്കണം, കമ്മ്യൂണിസ്റ്റ് ഒക്കെ ശരിയാ, പക്ഷെ ഒരു മുസൽമാനോട് കമ്മ്യൂണിസ്റ്റാണ് ഈ പള്ളി പോരെന്ന് പറയാമോ? വെള്ളിയാഴ്ച ദിവസം ഇവിടെ പോവും, പള്ളി പോയിരിക്കും. ഒരു ക്രിസ്ത്യാനിയോട് ഈ കമ്മ്യൂണിസ്റ്റാ പള്ളി പോരെന്ന് പറയാനുള്ള ധൈര്യം ആർക്കും. പക്ഷെ ആദ്യം ഹിന്ദുക്കൾ ഇറങ്ങിക്കോളും, പള്ളി അമ്പലത്തിൽ പോകത്തില്ല എന്ന് പറയും. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കയറുന്നു, അമ്പലത്തിൽ പോകത്തില്ല എന്ന് പറയും. അത് ശരിയല്ല. അമ്പലത്തിൽ പോരുമെന്ന് ഒരു ശബ്ദം പറയുന്നത് അത് അവനവന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം എന്നെ രക്ഷിക്കുന്ന ദൈവം എന്നുള്ള വിശ്വാസം. ഈ ലോകത്തെ വിശ്വസിക്കുന്നുള്ള ദൈവത്തിന് മാത്രമേ ഉള്ളൂ. വേറെ ആരൊക്കെ പോയാലും ദൈവം നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ മതവിശ്വാസിയല്ല, പക്ഷെ ഞാൻ ദൈവവിശ്വാസിയാണ്. നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ മുസൽമാനെ ഞാൻ ബഹുമാനിക്കുന്നു. സത്യം തന്റെ മനസ്സിൽ ഭക്തിയുണ്ട്, അതങ്ങ് പ്രകടിപ്പിക്കാൻ. ഒരാൾക്ക് ദൈവത്തിനെ വിശ്വസിക്കാൻ മതം മാറാൻ പറ്റൂല, വെറുതെ പറയുന്നതാണ്. ഈ ശിവന്റെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി നാളെ ഒരു മുസൽമാനെ കല്യാണം കഴിച്ചേച്ച് ദൈവമേ എന്ന് വിളിക്കുമ്പം സത്യസന്ധമായിട്ട് മതം മാറി കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നെഞ്ചത്ത് കൈവച്ചുണ്ടെന്ന് ചോദിക്കുക. ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടിയെ ഇവിടെയുള്ള ഒരു ഹിന്ദു അടിച്ചുകൊണ്ട് വന്നു, കല്യാണം കഴിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്ന് മതം മാറ്റിയെന്ന് പറഞ്ഞ് ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഇവിടെ സീമന്തരയൊക്കെ സിന്ദൂരൊക്കെ ചാർത്തി കൊണ്ടുവരുമ്പോ
ഇതിന്റെ മുമ്പിൽ വന്നിട്ട് ദൈവം എന്ന് വിളിക്കുമ്പോൾ ആദ്യം ദൈവം കണ്ണടച്ച് വിളിച്ച് ആദ്യം യേശു ക്രിസ്തുവിനെ തെളിയോ ശിവനെ തെളിയോ സത്യം പറയാം ആദ്യം യേശു ക്രിസ്തുവിനെ തെളിയും. ഒരു മുസ്ലിമായ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് ഹിന്ദു ആക്കിയാൽ ആ കുട്ടി ദൈവനെ എന്ന് വിളിക്കുമ്പോൾ ആദ്യം അള്ളാഹു മാത്രമേ തെളിയുള്ളൂ. അതുപോലെ ഹിന്ദുവിനെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കിയാലും മുസ്ലിം ആക്കിയാലും ഈ മതം മാറുക എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ചെറിയ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു വേലയാ, അല്ലാതെ അതിനകത്ത് ഒരു പൊരുളുമില്ല. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നിങ്ങളാരും ഒരു മതത്തിലും ജനിച്ചത് ആരും അപേക്ഷ കൊടുത്തിട്ടല്ല. ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചത് അപേക്ഷ ഇട്ടിട്ടല്ല. ആർ ബാലകൃഷ്ണനുടെയും വത്സല ബാലകൃഷ്ണനുടെയും മകനായി കൊട്ടാരക്കരയിൽ ജനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ദൈവത്തിനും അപേക്ഷ ഇട്ടില്ല. ജനിച്ചപ്പോൾ അവിടെ ആയിപ്പോയെന്നേ ഉള്ളൂ. ഞാൻ ഹിന്ദുവായി ജനിച്ചില്ല, മനുഷ്യനായി ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്റെ അമ്മയും അച്ഛനെയും എനിക്ക് പേരിട്ട് 28 കിട്ടിയപ്പോൾ ഞാൻ ഹിന്ദുവായി. ഒരു മുസൽമാനായ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് സുന്നത്ത് ചെയ്ത് പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതോടെ അവൻ തലമുണ്ടനം ചെയ്ത് തലമൊട്ടയടിച്ച് അവനെ സുന്നത്ത് ചെയ്ത് പള്ളിയിൽ കൊണ്ടവൻ മുസ്ലിമായി മാറുന്നു. അവൻ ചോദിച്ചിട്ടാണ് മുസ്ലിമായതല്ല. അവന്റെ അച്ഛനും അമ്മയും ആ ആചാരത്തിൽ ജീവിക്കുന്നു, അതുകൊണ്ട് അവൻ മുസ്ലിമായി. പള്ളിയിൽ കൊണ്ടുപോയി മാവോയിസം വെക്കുന്ന ക്രിസ്ത്യാനിയായ ഒരു കുട്ടി അവൻ ക്രിസ്ത്യാനിയായിട്ടല്ല മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത്. അവിടെ നിന്ന് ഇതാണ് ദൈവം, നമ്മുടെ ദൈവം യേശുവാണെന്ന് പഠിപ്പിക്കുമ്പോൾ യേശുവാണെന്ന് പഠിക്കുന്ന ആ രീതി അനുസരിച്ച് പോകുന്നു. പള്ളിയിൽ ഞായറാഴ്ച പോകണമെന്ന് പറയുന്നു, അത് പാലിക്കുന്നു. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല നക്സലാന്ന് പറഞ്ഞാലും ഇവര് പള്ളിയിൽ പോകും. പക്ഷെ ഹിന്ദുക്കൾ മാത്രമാണ് പള്ളി. ഞാൻ പാർട്ടി പറയുന്നുണ്ട് പോയി ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല പള്ളിയിൽ പോകരുതെന്ന്. എന്നാൽ ഈ പാർട്ടികളെല്ലാം പറയുന്നുണ്ട് അമ്പലത്തിന്റെ ഭരണം കിട്ടുന്ന പിടിച്ചോളാനാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെയൊക്കെ മനസ്സിൽ ഞാനും എന്റെ ഒരു MLA എന്നുള്ള നിലയിൽ ഒരു പള്ളിയുടെയോ ഒരു അമ്പലത്തിന്റെയോ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാനോ എന്റെ പാർട്ടിക്കാരോ പാർട്ടി അടിസ്ഥാനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് എനിക്കൊരു ആദർശമുണ്ട്. എന്റെ പാർട്ടിയുടെ ഒരു നേതാവിന് ഒരു പള്ളിയുടെ ചുമതലക്കാരനോ ഒരു അമ്പലത്തിന് ചുമതലക്കാരനാവൻ അവസരം കിട്ടിയാൽ എടുത്തോണം സ്വന്തം നൽകി. അല്ലാതെ കേരള കോൺഗ്രസ് ഈ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് മത്സരത്തിൽ പാർട്ടി പാനൽ ഒഴിഞ്ഞ് മത്സരിക്കാൻ ഞാൻ അനുവദിക്കാറില്ല. അതിൽ ഞാൻ ഇടപെടത്തുമില്ല. തലൂർ അമ്പലത്തിൽ നടക്കാറുണ്ട് ഇലക്ഷൻ, പട്ടായി അമ്പലത്തിൽ വൻ ഇലക്ഷൻ നടക്കാറുണ്ട്. ഇതിലൊന്നും ഇന്ന് വരെ ഈ 15 വർഷത്തെ എന്റെ MLA പ്രവർത്തനത്തിനിടയിൽ 16ാം വർഷം കഴിയുമ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല, ഇടപെടത്തുമില്ല. ആരാണോ ഭരണസമിതി തെരഞ്ഞെടുക്കുന്നത് അവരെ MLA എന്ന നിലയിൽ എല്ലാ സഹായം ചെയ്തു. ഇടതിനൊപ്പമായാലും വലതിനൊപ്പമായാലും ഗണേഷ് കുമാർ എന്നും ജനങ്ങൾക്കൊപ്പമുണ്ട്. പനമ്പറ്റയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരായ സമരത്തിലും ഗണേശൻ ജനങ്ങൾക്കൊപ്പം നിന്ന് മാതൃകയായി. പനമ്പറ്റയിൽ ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കില്ലെന്നും ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും പത്തനാപുരം MLA KB ഗണേഷ് കുമാർ പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകി. ഇവിടെ അത്തരത്തിലൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ മദ്യം ഉപയോഗിക്കുന്നവർ ഇവിടെ നിൽക്കുകയും ഈ കമ്പോളത്തിൽ ബസ് കയറാൻ സ്കൂൾ തുറന്ന സമയമാണ്, വൈകിട്ട് രാവിലെയും ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും കുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വരും. അത് കണ്ടുപഠിക്കുന്ന ഒരു നല്ല ശീലമല്ല. അത് LDFനെ സംബന്ധിച്ച് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം. അപ്പൊ മദ്യവർജനത്തിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾ ഈ മദ്യപാനികളും അവരുടെ കോമാളിത്തരങ്ങളും കണ്ടുപഠിക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന കുഞ്ഞുങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും ഒത്തുചേരുന്ന പ്രദേശത്ത് അത്തരത്തിലൊരു സാമൂഹിക ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങളും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു. ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ 14 ദിവസമായി വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് TM ബിജുവിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ സ്ത്രീകളുടെയും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെയും സഹകരണത്തോടെ പ്രതിഷേധം നടന്നുവരികയായിരുന്നു. LDF സർക്കാരിന്റെ നയം മദ്യനിരോധനമല്ലെന്നും മദ്യവർജനമാണെന്നും MLA ഓർമ്മിപ്പിച്ചു. ശക്തമായ സമരത്തിലൂടെ നാടിന്റെ ആവശ്യം നേടിയെടുത്ത പ്രദേശത്തെ സ്ത്രീ സമൂഹത്തെ ഗണേഷ് കുമാർ പ്രത്യേകം അഭിനന്ദിച്ചു. പത്തനാപുരം നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഔട്ട്ലെറ്റ് നിർത്തലാക്കിയതോടെയാണ് തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പനമ്പറ്റ ജംഗ്ഷന് സമീപം പ്രധാന പാതയ്ക്കരികിലായി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ മദ്യശാല പ്രവർത്തിക്കുന്നതിനുള്ള തീരുമാനമുണ്ടായത്. ജനകീയ പ്രക്ഷോഭത്തിനൊപ്പം സ്ഥലം MLAയുടെ പിന്തുണയും ഉറപ്പായതോടെ അധികൃതർക്ക് ഔട്ട്ലെറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി. ഇതോടെയാണ് പനമ്പറ്റയിൽ ഔട്ട്ലെറ്റ് വേണ്ടെന്ന് വയ്ക്കാൻ അധികൃതർ തയ്യാറായത്. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സമരപ്പന്തലിലെത്തി പ്രതിഷേധത്തിന് പിന്തുണ നൽകിയിരുന്നു. സമരം വിജയിച്ചതോടെ സ്ഥലത്തെത്തിയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും സമരപ്പന്തലിലെത്തി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഇടതിന്റെ മദ്യനയം എന്തായാലും ബിവറേജസ് വിരുദ്ധ സമരവുമായി പത്തനാപുരത്തെ ജനങ്ങൾ രംഗത്ത് വരുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്ന ഗണേഷ് കുമാറിന്റെ നിലപാടുകൾ പഴയ UDF മദ്യനയത്തോട് ഒരു ചായവുള്ളതായി ജനങ്ങൾക്ക് തോന്നി. ഇത് സ്വാഭാവികമാണ്. ഇനി കോട്ടവട്ടം നിരപ്പിൽ കോട്ടവേല റോഡിന്റെ അവസ്ഥയൊന്ന് കാണാം. ഇത് തോടല്ല, റോഡാണ്.
കോട്ടവട്ടം നിരപ്പിൽ കോട്ടവയല റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. നിരവധി തവണ പ്രദേശവാസികൾ പരാതിയുമായി അധികൃതരുടെ മുന്നിൽ കയറിയിറങ്ങി. അധികൃതർക്ക് യാതൊരു അനക്കവുമില്ലാതായതോടെയാണ് ശ്രമദാനത്തിൽ റോഡ് നവീകരിക്കാൻ പ്രദേശവാസികൾ തീരുമാനിച്ചത്. കാലവർഷം കൂടി ശക്തമായതോടെ കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് റോഡ്. ഹരിജൻ കോളനിയുടെ കൂടി ഭാഗമായ റോഡിനോട് അധികൃതർ അനാസ്ഥയാണ് കാട്ടുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുക. ഈ പിള്ളേരെ കൊണ്ട് ഇതിലെ കൂടെ വിടുന്നു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ച് വേണം വരാൻ. ഇത് മറിയുകയാണ്. ഈ പിള്ളേർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്വം നമ്മൾ വേണം വരാൻ. അതുകൊണ്ട് ഇവിടുത്തെ മെമ്പർക്ക് തന്നെ യാതൊരു ഉത്തരവാദിത്വമില്ല. ഈ റോഡ് വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെയാണ്. പിന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേർ തന്നെ ഒരു 10-50 പിള്ളേരുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഞങ്ങളിനിപ്പോൾ 2 കിലോമീറ്റർ ചുറ്റിയൊക്കെ നടന്നതാണ് കടയിൽ പോയി സാധനം മേടിക്കാനും പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനും. ഞങ്ങളുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുവാണ്. ഇതിനകത്ത് പഞ്ചായത്തിൽ നിന്നോ അല്ല നാട്ടുകാരെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പഞ്ചായത്തുകാരൊന്നും തിരക്കത്തും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇത് കയറി പോകാനോ ഇറങ്ങി വരാനോ ഒരു വണ്ടി വിളിച്ച് ആശുപത്രി പോകാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. 25 വർഷത്തിന് മുമ്പേ പഴയ കാലത്തെ പണിതതാണ്. 10ാമത് ജോർജാനോ ഒക്കെ കൂടി അത് ഇതുവരെ ഇതേ നിലയിലാണ്. ഈ റോഡിൽ ഒരു പിള്ളേരെ കൊണ്ടുപോകാനോ എടുക്കാനോ ഞങ്ങൾക്ക് അവിടെ താമസിച്ച് 80 വീടുകളുണ്ട്. ആ വീട്ടുകാർ മൊത്തവും വണ്ടിയുള്ളവരാണ്. ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് വേണം പോയി. ഇതാണ് ഈ വെള്ളക്കെട്ടായി കിടക്കുന്ന വണ്ടിക്ക് അത് ഒരു കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകണം. ഷൂ മൊത്തം അഴിച്ച് തലേ കെട്ടിട്ട് വേണം എടുത്ത് കെട്ടിക്കൊണ്ട് പോയി. ഈ മെമ്പർമാരുണ്ട്, ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഈ 10-15 കൊല്ലം കൊണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്നവരെല്ലാം മെമ്പർ ജയിക്കുന്നുണ്ടല്ലോ. ഈ കാര്യം ഇവിടെ മാത്രം ചെയ്യാത്ത പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് നോക്കട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇടിച്ച് ആ മണ്ണ് ഇവിടെ കൊണ്ടിട്ട് ഫില്ല് ചെയ്ത് പാറക്കോറിയിൽ നിന്ന് കുറേ ചിപ്സും വാരിയിട്ട് റെഡിയാക്കാൻ പോകുക. കാൽനടയാത്ര പോലും ദുഷ്കരമായ രീതിയിൽ റോഡിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും റോഡ് നവീകരിക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ശ്രമദാനത്തിലൂടെ റോഡ് സഞ്ചാരയോഗ്യമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഗോത്രസാരഥി വഴിമുട്ടിയതോടെ കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ പോകേണ്ട അവസ്ഥയാണ് വെള്ളംതെറ്റിയിലെ ആദിവാസി കുട്ടികൾക്ക്. വാർത്തകൾ. അധ്യയന വർഷം ആരംഭിച്ചിട്ടും സ്കൂളിൽ പോകാനാകാതെ 10ഓളം വനവാസി കുട്ടികൾ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ വെള്ളംതെറ്റി ആദിവാസി കോളനിയിലെ കുട്ടികളാണ് പട്ടികവർഗ വകുപ്പിന്റെ അനാസ്ഥയിൽ പഠനം നഷ്ടപ്പെട്ട് ഊരുകളിൽ കഴിയുന്നത്. വാഹന സൌകര്യമില്ലാത്ത ആദിവാസി ഊരുകളിലെ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രസാരഥി. സ്കൂൾ തുറന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജില്ലയിലെ ഒരു സ്കൂളിലും ഇതുവരെ പദ്ധതിക്കായി പട്ടികവർഗ വകുപ്പ് അപേക്ഷ പോലും ക്ഷണിച്ചിട്ടില്ല. ഇനി സ്കൂളുകളിൽ നിന്ന് അപേക്ഷയും വാഹന ഉടമകളിൽ നിന്ന് ടെൻഡറും ക്ഷണിച്ച് പദ്ധതി നടപ്പാക്കി വരുമ്പോഴേക്കും ആഗസ്റ്റ് മാസമെങ്കിലും ആകുമെന്നാണ് കണക്കാക്കുന്നത്. ട്രൈബലുകാർ പറയുന്ന എങ്ങനെ ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേർ 2-3 എണ്ണം ഉണ്ട്. അവർ പൈസ കൊടുക്കുന്നില്ല. അങ്ങനെ ആ പിള്ളേരെ കൊണ്ടുപോകുകയാണെങ്കിൽ വണ്ടി വിട്ട് തരത്തില്ലെന്നാണ് പറയുന്നത്. 2 വർഷത്തിന് ഇതിനു മുമ്പേ ഞങ്ങൾക്ക് വണ്ടി വിട്ട് തരുമായിരുന്നു. ഈ പ്രാവശ്യം അവർ വണ്ടി വിട്ട് തരത്തില്ല, വണ്ടി വിടുന്നില്ല. പ്രൊമോട്ടറിനെ വിളിച്ചാൽ കിട്ടുന്നില്ല, ഓഫീസറിനെ വിളിച്ചാൽ കിട്ടുന്നില്ല. പട്ടികവർഗ വകുപ്പിൽ നിന്നും ഇതുവരെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പാടം ഗവൺമെന്റ് LP സ്കൂൾ അധികൃതരും പറയുന്നു. കിഴക്കേ വെള്ളംതെറ്റിയിൽ നിന്നും 15 കുട്ടികളാണ് കഴിഞ്ഞ അധ്യയന വർഷം വരെ മുടങ്ങാതെ സ്കൂളിൽ എത്തിയിരുന്നത്. വനത്തിലൂടെ 6 കിലോമീറ്റർ കാൽനടയാത്ര ചെയ്തു വേണം പാടം ഗവൺമെന്റ് LP സ്കൂളിൽ എത്താൻ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ പതിവായതിനാൽ ഊരുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. അതിനാൽ കുട്ടികളെ കാൽനടയാത്രയായി കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിൽ എത്തിക്കുവാനും കഴിയുന്നില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തെ 2 മാസത്തെ കുടിശ്ശികയും വാഹന ഉടമകൾക്ക് നൽകാനുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് നിർദ്ദേശം ലഭിക്കാതെ പദ്ധതി ആരംഭിച്ചാൽ വാഹനത്തിന്റെ വാടക പണം സ്കൂൾ അധികൃതർ സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടി വരും. വനവാസി കുട്ടികൾക്ക് ഏറെ പ്രയോജനം ചെയ്തിരുന്ന പദ്ധതിയാണ് താളം തെറ്റിയത്. ഞാൻ കിഴക്കവെള്ളത്തിൽ ഒരു മൂപ്പനാണ്. ഞാൻ റവന്യൂ ഓഫീസറെ വിളിക്കുന്നുണ്ട്. ഈ സ്കൂൾ ഓട്ടോ ഇല്ലെന്ന് പറഞ്ഞ് ആദ്യം വന്ന് പറഞ്ഞ് ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഞാൻ ഓട്ടം പോകത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാരണമെന്ന് പറഞ്ഞപ്പോൾ ട്രയൽ ചെയ്യുന്ന പൈസ കിട്ടിയിട്ടില്ല, 3 മാസത്തെ പൈസ കിട്ടാറുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയും ഈ കുട്ടികളെ ഒന്ന് രക്ഷപ്പെടുത്തി ഇവിടുന്ന് ഈ ആനക്കാട്ടിൽ നിന്ന് കൊണ്ടുപോകാനും വരാനും ആ വണ്ടി തടസ്സമില്ലാതെ എനിക്ക് വണ്ടി വിട്ട് തരണമെന്നുള്ള ആഗ്രഹം. പദ്ധതി അട്ടിമറിക്കുന്നതിന് പിന്നിൽ പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന ആക്ഷേപവും ശക്തമാണ്. മെയ് മാസത്തിൽ തന്നെ അപേക്ഷ ക്ഷണിച്ച് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കേണ്ട പദ്ധതിയാണ് തുലാസിൽ എത്തിനിൽക്കുന്നത്. വനം സംരക്ഷണ സമിതി നൽകിയ പഠനോപകരണങ്ങളുമായി സ്കൂളിൽ പോകാനായി വാഹനവും കാത്തിരിക്കുകയാണ് ഊരിലെ കുട്ടികൾ. പിള്ളയ്ക്കും കുഞ്ഞുപിള്ളയ്ക്കും പത്തനാപുരം പാർട്ടിക്കും ദീർഘായുസ് നേർന്നുകൊണ്ട് ഈ ആഴ്ചത്തെ ആഴ്ചവട്ടം ഇവിടെ സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നല്ല നമസ്കാരം. ഒരു കഥ പറയാം നിലയില്ല കഥ, നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൂ
ചട്ടം മാറ്റി ചിട്ടകൾ മാറ്റി നാടൊരു ചട്ടം വിക്കളമായി നാടൊരു ചട്ടം വിക്കളമായി. Costume sponsored by Negros Genswear Private Bus Stand, Punalur. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും നേരും പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. നമ്മുടെ നാട്ടിലെ നിരവധി രസകരമായ കാഴ്ചകൾ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അവ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്കത് ആഴ്ചവട്ടത്തിലൂടെ അവതരിപ്പിക്കാം. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9605234892.